ബ്രഹ്മക്ഷേത്രമായ പുഷ്കർ ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിലെ പുഷ്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. പുഷ്കർ തടാകത്തിന് സമീപം അതിൻ്റെ ഐതിഹ്യത്തിന് മായാത്ത ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു സൃഷ്ടാവായ ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന നിലവിലുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഘടന 14-ാം നൂറ്റാണ്ടിലേതാണ്. പിന്നീട് ഭാഗികമായി പുനർനിർമ്മിച്ചു. വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഇതിന് ഒരു പ്രത്യേക ചുവന്ന പിനാക്കിളും ഒരു ഹംസപക്ഷിയുടെ രൂപവുമുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിൽ 4 തലകളുള്ള ബ്രഹ്മാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗായത്രിയുടെയും പ്രതിഷ്ഠയുണ്ട്. ഗായത്രി ദേവിയെ വേദങ്ങളുടെ ദേവത എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രം ഭരിക്കുന്നത് സന്യാസി വിഭാഗത്തിലെ പുരോഹിതനാണ്. കാർത്തിക പൂർണിമയിൽ പുണ്യതടാകത്തിൽ കുളിച്ചതിന് ശേഷം ധാരാളം തീർത്ഥാടകർ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഉത്സവം നടക്കുന്നു. പുഷ്കറിന് 500-ലധികം ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവയിൽ പലതും മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് നശിക്കപ്പെട്ടുപോയ പുരാതനമായവയാണ്. എന്നാൽ പിന്നീട് പുനർനിർമ്മിച്ചു. പുഷ്കറിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിലെ ബ്രഹ്മക്ഷേത്രമാണ്. ബ്രഹ്മാവിൻ്റെ യജ്ഞത്തിനു ശേഷം വിശ്വാമിത്ര മഹർഷിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവ് തന്നെയാണ് തൻ്റെ ക്ഷേത്രത്തിനായി സ്ഥലം തിരഞ്ഞെടുത്തതെന്നും വിശ്വസിക്കപ്പെടുന്നു. 8-ാം നൂറ്റാണ്ടിലെ ഹിന്ദു തത്വചിന്തകനായ ആദിശങ്കരൻ ഈ ക്ഷേത്രം നവീകരിച്ചു. സാവിത്രിയുടെ അല്ലെങ്കിൽ സരസ്വതിയുടെ ശാപത്തിൻ്റെ ഫലമായി ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളുടെ രാജാവ് എന്ന നിലയിലാണ് പുഷ്കറിനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏക ബ്രഹ്മക്ഷേത്രം എന്നും ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. പുഷ്കർ ക്ഷേത്രം ഇപ്പോൾ ബ്രഹ്മാവിനുള്ള ഒരേ ഒരു ക്ഷേത്രമല്ലെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന വളരെ കുറച്ചു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതാണ്. പുഷ്കർ തടാകവും ബ്രഹ്മക്ഷേത്രവും ലോകത്തിലെ ഏറ്റവും മതപരമായ 10 നഗരങ്ങളിൽ ഒന്നായും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ 5 പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു. ഹിന്ദു ഗ്രന്ഥമായ പത്മപുരാണം അനുസരിച്ച് വജ്രനാഭൻ തൻ്റെ കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുന്നതും ആളുകളെ ഉപദ്രവിക്കുന്നതും ബ്രഹ്മാവ് കണ്ടു. അവൻ ഉടനെ തൻ്റെ ആയുധമായ താമരപ്പൂവ് കൊണ്ട് അസുരനെ വധിച്ചു. ഈ പ്രക്രിയയിൽ താമരദളങ്ങൾ 3 സ്ഥലങ്ങളിൽ നിലത്തു വീണു. 3 തടാകങ്ങൾ ഉണ്ടായി. പുഷ്കർ തടാകം അല്ലെങ്കിൽ ജ്യേഷ്ഠ പുഷ്കർ, മധ്യ പുഷ്കർ തടാകം, കനിഷ്ഠ പുഷ്കർ തടാകം. അങ്ങനെ പ്രധാന പുഷ്കർ തടാകത്തിൽ ഒരു യജ്ഞം നടത്താൻ ബ്രഹ്മാവ് തീരുമാനിച്ചു. അസുരന്മാരുടെ ആക്രമണം ഏൽക്കാതെ സമാധാനപരമായി തൻ്റെ യജ്ഞം നടത്താൻ അവൻ പുഷ്കറിന് ചുറ്റുമുള്ള കുന്നുകൾ തെക്ക് രത്നഗിരി, വടക്ക് നീലഗിരി, പടിഞ്ഞാറ് സഞ്ചൂര, കിഴക്ക് സൂര്യഗിരി എന്നിവ സൃഷ്ടിച്ചു. യജ്ഞാചരണം സംരക്ഷിക്കാൻ അവിടെ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. യജ്ഞം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രിക്ക് അല്ലെങ്കിൽ സരസ്വതിക്ക് തൻ്റെ സഹദേവതമാരായ ലക്ഷ്മി, പാർവതി, ഇന്ദ്രാണി എന്നിവരെ കാത്തിരിക്കുന്നതിനാൽ യജ്ഞത്തിൻ്റെ അവശ്യഭാഗം നിർവഹിക്കാനുള്ള സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബ്രഹ്മാവ് അഭിര പെൺകുട്ടിയായ ഗായത്രിയെ വിവാഹം കഴിക്കുകയും തൻ്റെ പുതിയ പത്നി തൻ്റെ അരികിലിരുന്ന് യജ്ഞം പൂർത്തിയാക്കുകയും അവളുടെ തലയിൽ അമൃതപാത്രം പിടിച്ച് ആഹുതി നൽകുകയും ചെയ്തു. ഒടുവിൽ സാവിത്രി വേദിയിൽ എത്തിയപ്പോൾ ഗായത്രി തൻ്റെ ശരിയായ സ്ഥലമായ ബ്രഹ്മാവിൻ്റെ അരികിൽ ഇരിക്കുന്നത് കണ്ടു. പ്രകോപിതയായ അവൾ ബ്രഹ്മാവിനെ ഒരിക്കലും ആരാധിക്കില്ലെന്ന് ശപിച്ചു. എന്നാൽ ശാപം കുറച്ചുകൊണ്ട് പുഷ്കറിലെ ആരാധന അനുവദിച്ചു. സാവിത്രി ഇന്ദ്രനെ യുദ്ധങ്ങളിൽ എളുപ്പത്തിൽ പരാജയപ്പെടുത്തണമെന്നും വിഷ്ണു തൻ്റെ ഭാര്യയിൽ നിന്ന് മനുഷ്യനുമായുള്ള വേർപിരിയൽ അനുഭവിക്കണമെന്നും യജ്ഞം നടത്തിയ അഗ്നിദേവനായ അഗ്നിയെ എല്ലാവരെയും വിഴുങ്ങണമെന്നും യജ്ഞം നടത്തുന്ന പുരോഹിതന്മാർ ദരിദ്രരായിരിക്കണമെന്നും ശപിച്ചു. യജ്ഞത്തിൻ്റെ ശക്തിയാൽ ഗായത്രി സാവിത്രിയുടെ ശാപം നേർപ്പിച്ചു. പുഷ്കറിനെ തീർത്ഥാടനങ്ങളുടെ രാജാവാകാൻ അനുഗ്രഹിച്ചു. ഇന്ദ്രൻ തൻ്റെ സ്വർഗം എപ്പോഴും നിലനിർത്തുമെന്നും വിഷ്ണു മനുഷ്യനായ രാമനായി ജനിക്കുകയും ഒടുവിൽ തൻ്റെ പത്നിയുമായി ഒന്നിക്കുകയും ചെയ്യുമെന്നും
പുരോഹിതന്മാർ പണ്ഡിതന്മാരായി തീരുകയും ചെയ്യുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ പുഷ്കർ ക്ഷേത്രം ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന ഏക ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. സാവിത്രി അതിനുശേഷം രത്നഗിരി കുന്നിലേക്ക് നീങ്ങുകയും സാവിത്രി ജർണ എന്നറിയപ്പെടുന്ന ഒരു നീരുറവയായി ഉയർന്നു വന്ന് അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അവളുടെ ബഹുമാനാർത്ഥം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതിഹാസത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ 2 ഭാര്യമാരായ സാവിത്രിക്കും ഗായത്രിക്കും തടാകത്തിൻ്റെ എതിർ അറ്റത്തുള്ള കുന്നുകളിൽ പ്രത്യേക ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിനെ ശപിച്ച ആദ്യ പത്നി സാവിത്രി പുഷ്കറിലെ ഏറ്റവും ഉയരമുള്ള കുന്നിലെ തൻ്റെ ശ്രീകോവിലിൽ അലോസരപ്പെട്ടും രോഷാകുലയായും ഇരിക്കുന്നു. അതേസമയം സാവിത്രിയുടെ കോപത്തെ ഭയന്ന് ഗായത്രി തടാകത്തിൻ്റെ കിഴക്കുവശത്തുള്ള താഴ്ന്ന കുന്നിൽ ഇരിക്കുന്നു. രത്നഗിരി കുന്നിൻ മുകളിൽ ബ്രഹ്മക്ഷേത്രത്തിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന സാവിത്രി ക്ഷേത്രം പുഷ്കർ തടാകത്തെയും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മണൽക്കൂനകളെയും അഭിമുഖീകരിക്കുന്നു. കുന്നിൻ മുകളിലെ പടികളിലൂടെ 1 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്തിച്ചേരാം. ക്ഷേത്രത്തിൽ മാർബിൾ കൊണ്ട് നിർമ്മിച്ച സാവിത്രി ദേവിയുടെ പ്രതിമയുണ്ട്. അതിരാവിലെ ക്ഷേത്ര ദർശനം തടാകത്തിൻ്റെ നല്ല കാഴ്ച നൽകുന്നു. ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന അത്പതേശ്വര ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. താൻ നടത്തിയ യാഗത്തിൽ ശിവൻ തലയോട്ടി പിടിച്ച് തന്ത്രജ്ഞന്റെ വേഷത്തിൽ പങ്കെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രഹ്മാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ഭാവത്തിന് ശിവനെ അഭിസംബോധന ചെയ്തപ്പോൾ യജ്ഞശാലയുടെ മുഴുവൻ ഭാഗവും തലയോട്ടി കൊണ്ട് നിറച്ചു. പ്രകോപിതനായ ബ്രഹ്മാവ് ഇത്തരമൊരു അവസ്ഥയുടെ കാരണം അറിയാൻ ധ്യാനിച്ചു. അപ്പോൾ ആ പ്രതിഭ മറ്റാരുമല്ല ശിവനാണെന്ന് അയാൾക്ക് മനസ്സിലായി. തൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കിയ ബ്രഹ്മാവ് യജ്ഞത്തിൽ പങ്കെടുക്കാൻ ശിവനോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ശിവൻ തലയോട്ടി പിടിച്ച് യാഗത്തിൽ പങ്കെടുക്കുകയും ബ്രഹ്മാവ് അഭിനന്ദിച്ച് ശിവന്റെ ബഹുമാനാർത്ഥം അത്പതേശ്വരൻ എന്ന പേരിൽ സ്വന്തം ക്ഷേത്രത്തിന് സമീപം ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ശിവലിംഗം വലുതാണ്. ചെമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു സർപ്പത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ശിവരാത്രി ഉത്സവം ഈ ക്ഷേത്രം സന്ദർശിക്കാനുള്ള ഒരു പ്രത്യേക അവസരമാണ്. ഏറ്റവും വലിയ 2ാമത്തെ ബ്രഹ്മക്ഷേത്രമായ അസോത്ര ക്ഷേത്രം രാജസ്ഥാനിലെ ബലോത്ര ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാഥമികമായി ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണിത്. ഗ്രാമത്തിലെ രാജപുരോഹിതനാണ് ഇത് സ്ഥാപിച്ചത്. ജയ്സൽമീറും ജോധ്പൂർ കല്ലും കൊണ്ട് നിർമ്മിച്ചതാണ് ഇത്. എന്നിരുന്നാലും ദേവന്റെ വിഗ്രഹം മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 200 കിലോയിലധികം ധാന്യമാണ് ഇവിടെ ഓരോ ദിവസവും പക്ഷികൾക്ക് നൽകുന്നത്.